അപ്സരയും അർജുനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ജിൻഡോയുടെ കാര്യം പറയുന്നത് പ്രധാനമായിട്ടും ഇപ്പം ഉറപ്പായിട്ട് ടോപ്പ് 5 മത്സരാർത്ഥികളുടെ ഒരു പേര് എന്ന് പറയുന്നത് ജിൻഡപ്പൻ്റെ പേരാണ്. ബാക്കി എല്ലാവരും തന്നെ നമ്മൾ പല പേരുകൾ എഴുതി അവസാനം അതെല്ലാം വെട്ടേണ്ട അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് എന്നാണ് അപ്സര അർജുനോട് പറയുന്നത്. അർജുന ഇത് കേട്ട് ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. ജിൻഡോയുടെ പേര് മാത്രമാണ് ഉറപ്പുള്ളത് എന്ന് അപ്സര പറയുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ മത്സരാർത്ഥികൾക്കെല്ലാം ഏകദേശം ഒരു ഊഹം കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. പിന്നെ ഫിജോയുടെ കാര്യം അപ്സര പറയുന്നുണ്ട്. ഫിജോ ആദ്യ ആഴ്ചയിൽ വന്നടുത്തു നിന്ന് ഒരണുവട പോലും നീങ്ങിയിട്ടില്ല. ഇപ്പോഴ് രണ്ടാമത് വന്നപ്പം തികഞ്ഞ പരാജയമായി ഫിജോ മാറി. എന്തൊക്കെയോ ചെയ്തു കൂട്ടണമെന്നുള്ള ഉദ്ദേശമുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല എന്ന് പറയും. അതുപോലെ തന്നെ ഫിജോ തന്നെ അവിടെ ഒരു പ്ലാൻ ഇട്ട കാര്യം അപ്സര പറയുന്നുണ്ട്. അതുപോലെ രത്നം കൈക്കലാക്കാൻ വേണ്ടി ഗാർഡൻ ഏരിയയിൽ എല്ലാവരും കൂടെ ബഹളം ഉണ്ടാക്കുക. അപ്പം എല്ലാവരും അങ്ങോട്ട് ശ്രദ്ധ പോവും. അതിനിടയിൽ ഫിജോ പോയി രത്നം കൈക്കലാക്കാം എന്ന് പറയുന്നു. അപ്പോൾ അപ്സര ചോദിച്ചത്രേ, ഫിജോ രത്നം കൈക്കലാക്കാൻ വേണ്ടി നമ്മളെന്തിന് ത്യാഗം സഹിക്കണം എന്ന് ചോദിച്ചു. അതവിടെ ആ പ്ലാൻ പൊളിഞ്ഞു എന്നുള്ളതാണ്. ഫിജോയെ സംബന്ധിച്ച് എപ്പോഴും പ്ലാനുകൾ മാത്രമേ ഉള്ളൂ. അത് നടപ്പിലാക്കാൻ വലിയ പാടായിട്ട് മാറിയിരിക്കുന്ന ഫിജോയാണ് നമുക്കിപ്പം കാണാൻ പറ്റുന്നത്. പിന്നെ അപ്സരയുടെ കാര്യമെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആ പവറൊന്നും ഇപ്പം ഗെയിമിലൊന്നുമില്ല. ഇപ്പം ജിൻഡോയുടെ ക്യാപ്റ്റൻസി നല്ലതാണ്, ജിൻഡോ ടോപ്പ് 5 എത്താൻ പോകുന്നു എന്നൊക്കെ എല്ലാവരോടും പറഞ്ഞു നടക്കുന്ന ഒരു രീതി ഇപ്പം അപ്സരയിൽ കണ്ടുവരുന്നുണ്ട്. അതൊരു പക്ഷേ ജിൻഡോയുടെ പിന്തുണ എല്ലാം മനസ്സിലാക്കി അതിൽ നിന്ന് തനിക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാകാം ഈ കളികളൊക്കെ കളിക്കുന്നതെന്ന് തോന്നുന്നു. ഏതായാലും അവിടുത്തെ മത്സരാർത്ഥികൾക്ക് ഏകദേശം ഒരു തീരുമാനമുണ്ട്. ജിൻഡോ ആയിരിക്കും കപ്പ് ഉയർത്തുന്നതെന്നും ജിൻഡോ ആയിരിക്കും ടോപ്പ് 5 എത്താൻ പറ്റിയൊരു മത്സരാർത്ഥി എന്നുള്ളതും ഉറപ്പായിട്ട് അവർ വിശ്വസിക്കുന്നു എന്നുള്ളത്. അത് തന്നെ വലിയ സന്തോഷമുള്ളൊരു കാര്യമല്ലേ. മണ്ടനെന്ന് പേര് കേട്ടു, ഇപ്പം ടോപ്പ് 5 കപ്പ് നേടും.